വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അത്താണിയിൽ. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും നമ്മൾ കണ്ടത് ആരതി കൃഷ്ണ എന്ന ജിം ട്രെയിനറെയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. വല്ലഭ അവര് ഈ ജിമ്മിന്റെ ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ട് ചില ഇതൊക്കെ കാണിക്കുന്നതും പിന്നെ അതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആരതി കൃഷ്ണയ്ക്ക് ഇപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അതായത് അവരുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു പല ഇതിലും പോയിട്ട്, അതായത് ഒരു തരത്തിൽ വൾഗറായിട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അവരുടെ ആ ചിത്രങ്ങൾ എടുത്തു കൊണ്ടുപോവുക, എന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ കയ്യിലുണ്ട്, ആരൊക്കെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഇവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ കുടുംബങ്ങൾക്കെല്ലാം ഒരുപാട് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ആരതി കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആരതി കൃഷ്ണ ഇത്രത്തോളം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളെല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരാളുമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവന്മാരെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോഴും പറഞ്ഞതല്ലേ, അതായത് നിങ്ങളാണ് എന്നെ വളർത്തിയത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തകരുമല്ല ആരതി കൃഷ്ണയെ വളർത്തിയത്. ആരതി കൃഷ്ണ തന്നെ സ്വയം വളർന്നതാണ്. അവരുടെ വളർച്ച കണ്ടിട്ട് കുറേ യൂട്യൂബർമാർ അവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ ഒരിക്കലും നമുക്ക് നിലക്ക് നിർത്താൻ കഴിയില്ല. പിന്നെ ഇവരൊക്കെ വളർത്തുന്നതിൽ നല്ലൊരു പങ്ക് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സെലിബ്രിറ്റികൾക്ക് തന്നെയുണ്ട്. അവർ പലപ്പോഴും പോകുന്ന സ്ഥലങ്ങളും പിന്നെ അവർ കഴിക്കുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞ് യുവമാർക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ യുവമാർ എല്ലാം ഒപ്പിയെടുക്കുകയാണ് യുവമാരുടെ പരിപാടി. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ചാനലുണ്ട്, സ്ത്രീകളുടെ നഗ്നത മാത്രമാണ് ഇവർ കാണിക്കുന്നത്, വേറെ ഒന്നുമല്ല. അത് സിനിമാ താരങ്ങളുടെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ഇവർ വിളിക്കുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെലിബ്രിറ്റി ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ആ സെലിബ്രിറ്റി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ജഗ് എടുക്കാൻ നോക്കുമ്പോൾ അവരുടെ വയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. അതെടുത്തിട്ട് പറയാം, ചേച്ചി വെള്ളം എടുത്ത് കുടിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ദാഹിച്ചപ്പോൾ ഒറ്റയ്ക്ക് ബോട്ടിൽ ഓർത്ത് കുടിക്കുന്നത് കണ്ടോ. നമ്മൾ നോക്കുമ്പോഴേക്ക് ഇവൻ വെള്ളത്തിലല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഇവൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മറ്റു പലതിലുമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി ഭക്ഷണം കിട്ടിയപ്പോൾ ആക്രാന്തമില്ലാതെ കഴിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, മടിയിലിരിക്കുമ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇവനിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരുപാട് എണ്ണമുണ്ട്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സീരിയൽ നടി ഇതേപോലെ ഒരു കല്യാണത്തിന് വന്നതാണ്. അവർ കാറിൽ കയറാൻ നോക്കുമ്പോഴാണ് അവരുടെ ഒരു ഫോട്ടോ കിട്ടിയത്. അങ്ങനെ കാറിൽ കയറുന്ന ചേച്ചി സീരിയൽ താരം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വന്നു. പക്ഷേ ഫോട്ടോയിൽ അവരെ മുഖത്തിനെക്കാട്ടിയും കൂടുതൽ കാണിച്ചു കൊടുത്തിരിക്കുന്ന അവരുടെ പൊക്കിൾ കൊടിയുടെ ഭാഗമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം വൃത്തികെട്ട പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ഈ ആരതി കൃഷ്ണ എന്ന് പറയുന്ന യുവതി. അവരെവിടെയെങ്കിലും പ്രോഗ്രാമിന് വന്നാൽ അവരുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈച്ച പറ്റുന്നത് പോലെ ഇവന്മാരുണ്ടാകും. എന്നിട്ടിങ്ങനെ അവരിങ്ങനെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാറിൽ കയറുമ്പോഴോ വരെയുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കും. ഇതിനിടയ്ക്ക് ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ, തൊടയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ കാണുമ്പോൾ അതുവരെ ഒപ്പിയെടുത്തിരിക്കുന്നത്. അതുപോലെ ചെരുപ്പ് ഇടുമ്പോഴോ ഇങ്ങനെ ഒപ്പിയെടുക്കുക. എവിടെയാണ് നമുക്ക് കുറച്ചൊക്കെ ഇത് കിട്ടുക അവിടെയൊക്കെ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ സ്ഥിര രീതി. ആണ് എത്രമാത്രം മോശപ്പെട്ട സംഭവമാണ്. അപ്പൊ ഇവന്മാരെ എങ്ങനെ ഒഴിവാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സംഘാടകർ തന്നെ തീരുമാനിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, ഓരോരോ ചാനലിനോടും ചോദിക്കണം, നിങ്ങൾ ഏത് ചാനലാണ്, ഇന്ന ചാനലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ സീറ്റില്ല മോനെ, നീ വിട്ടോ എന്ന് പറയണം. അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവന്മാരെയൊക്കെ ഭയന്നിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ ആരതി കൃഷ്ണ പറയുന്ന പോലെ അവരെ ഭയന്നിട്ട് ഇപ്പൊ അവർക്ക് ഡ്രസ്സ് പോലും ഇടാൻ കഴിയുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ കഴിയുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരതി കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത്, മോളെ ഒരു കാര്യം ചെയ്യുക, ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇടുന്നത് ആ ഡ്രസ്സിൽ പോയാൽ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഭംഗിയുള്ള സുന്ദരിയായ കുട്ടിയാണ് ആരതി കൃഷ്ണ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഡ്രസ്സ് കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ സെലിബ്രേറ്റ്, ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം കഴിവുകൊണ്ട് സെലിബ്രേറ്റ് ആയ ഒരു യുവതി തന്നെയാണ് ആരതി കൃഷ്ണ. അതുകൊണ്ട് തന്നെ അവർക്കാര്യം പേടിക്കാനോ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ അവരെന്തു വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്തു വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയും വേണ്ട. നമ്മൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചിട്ട് തന്നെ നടക്കും, അതാ വേണ്ടത്. എന്തിനു വെറുതെയെങ്കിലും ഇവന്മാർ നമ്മളെ വിടത്തില്ല. ഇവന്മാർ കൊത്തി വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ നടന്നു എന്ന് വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അമ്മയ്ക്കും കുടുംബക്കാർക്കും ഒക്കെ ഉള്ള വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം അമ്മ തന്നെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും. അതായത് മകള് ഇങ്ങനെ ആരതി കൃഷ്ണയെ കണ്ടോ അല്ലെങ്കിൽ ഇത് കണ്ടോ എന്നൊക്കെ ഒരുപാടുണ്ട്. ആരതി കൃഷ്ണ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പലതിനും യൂസ് ചെയ്യുന്നുണ്ട് യോമാർ. അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ കരഞ്ഞു പറയേണ്ടി വരുന്നത് അവർക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കരുത്, എത്രമാത്രം വിഷമം ഉണ്ടാകും. അല്ലെ അവരങ്ങനെ വിചാരിച്ചിട്ടോ അങ്ങനെ പോകുന്ന ഒരു ഇതല്ലാന്ന് അവർ തന്നെ പറഞ്ഞു. എന്നിട്ട് എന്തിനാണ് അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ നമുക്ക് ഒരിക്കലും താങ്ങി നിർത്താൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ തന്നെയാണ്. അത് തന്നെയാണ് യുവമാരുടെ ലക്ഷ്യം. പിന്നെ യുവമാർക്കായിട്ട് തന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഇതുപോലെ നാണയത്തൊട്ടുകൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുന്ദരിയായ നടിയാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരനായ നടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഇവറ്റകളെ ഒന്നും അങ്ങനെ അങ്ങ് അകറ്റാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഏതായാലും ആരതി കൃഷ്ണ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അത്താണിയിൽ. അപ്പോൾ കഴിഞ്ഞൊരു പ്രോഗ്രാമിന് ശേഷം കുറേ വീഡിയോസ്, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് പോയപ്പോൾ എല്ലാ മീഡിയാസിനെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മീഡിയ ആണ്. ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പങ്ക് വഹിച്ച ആൾക്കാരെന്ന് പറയുന്ന മീഡിയ ആണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കരമായ ബഹുമാനവും കടപ്പാടും എല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോസ് ഞാൻ പോലും അറിയാതെ എന്നെ വേറൊരു കാറ്റഗറിയിലോട്ട് ആക്കുന്ന പോലെയുള്ള വീഡിയോസ് ആയിരുന്നു പുറത്തു വന്നത്. അത് എന്താ പറയുക, ഞാൻ അങ്ങനെയുള്ള ആളേ അല്ല, എങ്ങനെ എന്നെ ആക്കാൻ ശ്രമിക്കില്ലേ എന്ന് ഞാൻ എല്ലാ വീഡിയോസിനോടും പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം, അതായത് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ലേന്ന്. അങ്ങനെയുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു ഇതേപോലെ ഒരു മീഡിയാസ് നടത്തിയ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അവർ ചോദിച്ചു ഡ്രസ്സ് കൊള്ളാതാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സോ ഇല്ലെങ്കിൽ എൻ്റെ സപ്ലിമെന്റ്സോ ഒന്നും തന്നെ കൊളാബോ ഇല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ ഒന്നുമല്ല. എൻ്റെ ചിലവുകളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് ഡ്രസ്സ് പലരും ചെയ്തു തന്നിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞാൻ സ്വന്തമായിട്ടാണ് വാങ്ങുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് കണ്ടതിന് ശേഷം പിന്നീടുള്ള പ്രോഗ്രാമിന് എനിക്ക് വെസ്റ്റേൺ ലേഡി ഡ്രസ്സുകൾ വന്നു. അതിന്റെ ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രോഗ്രാമോടെ കൂട്ടിയിട്ട് ഒരു 4 ഡ്രസ്സ് ഞാൻ അവിടെയാണ് യൂസ് ചെയ്തിരുന്നത്. ആ ഡ്രസ്സിൽ തന്നെ ഒരു വളരെ ഭയങ്കരമായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നോർമലി യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിനേക്കാളും കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ക്ലാസിക് ലുക്കോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് എന്നെനിക്ക് പലയിടത്തുനിന്നും അഭിപ്രായം വരികയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളത്. ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സാധനം. അപ്പൊ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ അവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് എന്നെ മറ്റുള്ള കാറ്റഗറിയിലേക്ക് പെടുത്തല്ലേ എന്ന് പറയണമെങ്കിൽ അവരുടെ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്ക് ആരതി കൃഷ്ണയോട് പറയാനുള്ളത്, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകൾ നോർമലായിട്ട് ധരിച്ചോളൂ. ഇനി അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള ഈ കഴുകന്മാരുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ചിത്രം ഒരുപാട് വിഷമം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും യുവമാർ ഇതെടുത്തിട്ട് പലതരത്തിൽ ഉപയോഗിക്കും ഇങ്ങനെയുള്ള ടീമുകളെ. അതായത് നമ്മുടെ നാട്ടിൽ ഈ ഞരമ്പന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.